ചാനൽ ബയോളജി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ട്രോളേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫിഷിംഗ് ഗിയർ ടെക്നോളജി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമുക്ക് ട്രോളേഴ്സ് എന്താണെന്ന് നോക്കാം. Trawlers is under nets, active fishing gear, cone-shaped body, most versatile fishing technique. Trawls nets can be operated at the surface, mid-water, bottom. So sea water ാണ് കൂടുതലായിട്ട് നമ്മൾ ഫ്രഷ് വാട്ടർ ബോഡീസിനേക്കാളും നമ്മൾ കൂടുതലായിട്ട് ട്രോളേഴ്സ് യൂസ് ചെയ്യുന്നത്. നോട്ട് യൂസ്ഡ് ഇൻ ആർട്ടിസേനൽ ഫിഷറീസ്. ആർട്ടിസേനൽ ഫിഷറീസിൽ കൂടുതലായിട്ട് ട്രോളേഴ്സ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഈ ട്രോളേഴ്സ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് ആ പിക്ചറിൽ തന്നെ ഉണ്ട്, ഒരു ലാർജ് നെറ്റാണ്, അതൊരു കോൺ ഷേപ്ഡ് നെറ്റാണ്. അത് എന്താണ്, കോൺ ഷേപ്ഡ് ബോഡിയാണ്. വളരെ വെർസറ്റൈൽ ആയിട്ടുള്ളൊരു ഫിഷിംഗ് ടെക്നിക്കാണ്. നമ്മൾ മെയിനായിട്ടും സീ വാട്ടറിൽ നമ്മൾ ഫിഷിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ട്രോളിംഗ് എന്ന് പറയുന്നത്. ഇതൊരു ആക്റ്റീവ് ഫിഷിംഗ് ഗിയറാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പാസീവ് ഫിഷിംഗ് ഗിയറും ആക്റ്റീവ് ഫിഷിംഗ് ഗിയറും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞിരുന്നു. ഇതൊരു ആക്റ്റീവ് ഫിഷിംഗ് ഗിയറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ട്രോളർ നെറ്റ്സ് നമുക്ക് 3 രീതിയിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അറ്റ് സർഫസ് വാട്ടറിൽ നമുക്ക് ഫിഷ് ചെയ്യാൻ പറ്റും, മിഡ് വാട്ടറിൽ പറ്റും, അതുപോലെ തന്നെ ബോട്ടം വാട്ടറിൽ നമുക്ക് ഫിഷിങ് സാധ്യമാണ്. ഓക്കെ, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രോൾസ് നോക്കാം. ട്രോൾസ് ബേസ്ഡ് ഓൺ മൗത്ത് ഓപ്പണിംഗ് ഡിവൈസ്. അപ്പം 3 തരത്തിലുള്ള കാറ്റഗറിയാണുള്ളത്, ക്ലാസിഫിക്കേഷനാണുള്ളത്. ബേസ്ഡ് ഓൺ മൗത്ത് ഓപ്പണിംഗ് ഡിവൈസ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ ഡെപ്ത് ഓഫ് ഓപ്പറേഷൻ. തേർഡ് വൺ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ കൺസ്ട്രക്ഷൻ പാറ്റേൺ. ബേസ്ഡ് ഓൺ മൗത്ത് ഓപ്പണിംഗ് ഡിവൈസ് ആണെങ്കിൽ there are 3 എണ്ണമാണ് അതിനകത്തുള്ളത്. ബീം ട്രോൾ ഉണ്ട്, ബുൾ ട്രോൾ ഉണ്ട്, ഓട്ടർ ട്രോൾ ഉണ്ട്. മൗത്ത് ഓപ്പണിംഗ് ഡിവൈസിനെ ബേസ് ചെയ്തിട്ട്. ഇനി ബേസ്ഡ് ഓൺ ദ ഡെപ്ത് ഓഫ് ഓപ്പറേഷൻ, അപ്പോൾ എവിടെയാണ്, ബോട്ടം ആണോ മിഡ് വാട്ടർ ആണോ സർഫസ് വാട്ടറിലാണോ ഓപ്പറേറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ബോട്ടം ട്രോൾ എന്നും മിഡ് വാട്ടർ ട്രോൾ ഓർ പെലാജിക് ട്രോൾ എന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ കൺസ്ട്രക്ഷൻ പാറ്റേൺ ആണ്. ഈ ട്രോൾസിനെ ഉണ്ടാക്കിയിരിക്കുന്ന കൺസ്ട്രക്ഷൻ പാറ്റേൺ അനുസരിച്ച്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ 2 സീം ട്രോള്, സെക്കൻഡ് വൺ 4 സീം ട്രോള്, ആൻഡ് തേർഡ് വൺ 6 സീം ട്രോള്. ഇങ്ങനെ 3ആയിട്ട് നമുക്ക് ബേസ്ഡ് ഓൺ ദ കൺസ്ട്രക്ഷൻ പാറ്റേൺ ട്രോളിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓരോന്നും എന്താണെന്ന് നോക്കാം. ബീം ട്രോൾ എന്ന് പറയുന്നത് എന്തായിരുന്നു, ബേസ്ഡ് ഓൺ ദി മൗത്ത് ഓപ്പണിംഗ് ഡിവൈസ് ആണ് ബീം ട്രോൾ വരുന്നത്. അതെന്ന് പറയുമ്പം ട്രോൾ ടോൺഡ് ഓൺ ദ സീ ബെഡ് ഇൻ വിച്ച് ദ നെറ്റ് ഈസ് ഹെൽഡ് ഓപ്പൺ ബൈ എ വുഡ് ഓർ സ്റ്റീൽ ബീം. അപ്പോൾ ഇവിടെ എന്താന്ന് പറഞ്ഞാൽ, ഈ ട്രോൾ എന്ന് പറയുന്നതാണ് സീ ബെഡിൽ ഇങ്ങനെ ടോ ചെയ്ത, അതായത് ഇങ്ങനെ. അപ്പോൾ ഈ ട്രോൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ സീ വാട്ടറിലൂടെ ഇങ്ങനെ ഇഴച്ചുകൊണ്ട് വരികയാണ് അല്ലേ. അതാണ് നല്ല ആക്റ്റീവ് ഗിയേഴ്സ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ അത് ബോട്ടിൻ്റെ സഹായം, എൻജിൻ പവറിൻ്റെ സഹായത്തോടെ, അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻ ബീങ്സ് തന്നെ നമ്മൾ വലിച്ചു കയറ്റുകയാണ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ്, ഇത് ഓപ്പൺ ചെയ്യുന്നത് എന്തിൻ്റെ ഹെൽപ്പോടാണ്, ഒരു വുഡ് അല്ലെങ്കിൽ സ്റ്റീം ബീമിൻ്റെ ഓപ്പൺ വഴിയാണ് നമ്മൾ ഈ നെറ്റിനെ ഓപ്പൺ ചെയ്ത് വെക്കുന്നത്. ഇനി ബുൾ ട്രോൾ എന്ന് പറയുമ്പം ദ ബോട്ട് വിച്ച് ഷൂട്ട്സ് ഓർ ഹോൾസ് ദ നെറ്റ് ഇൻ ബുൾ ഓർ പെയർ ട്രോളിംഗ്, ദാറ്റ് ഈസ് ബൈ യൂസിങ് 2 വെസൽസ്. ഇപ്പോൾ 2 വെസൽസ് ഉപയോഗിച്ചിട്ടായിരിക്കും ഈ ബുൾ ട്രോൾസ് എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി ഓട്ടർ ട്രോൾ എന്ന് പറയുമ്പം ട്രോൾ ടോൺഡ് ഓൺ ദ സീ ബെഡ് ഹെൽഡ് ഓപ്പൺ ബൈ എ പെയർ ഓഫ് ഓട്ടർ ബോട്ട്സ്. ഇവിടെ ഹെൽഡ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ ട്രോളിനെ ഓപ്പൺ ചെയ്യുന്നത് ഓട്ടർ ബോട്ട്സ് ഉപയോഗിച്ചിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇറ്റ് ഈസ് മച്ച് ലാർജർ നെറ്റ് ദാൻ എ ബീം ട്രോള്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബീം ട്രോളിനേക്കാളും ഒരുപാട് വലിയ ലാർജ് സൈസ് ആയിരിക്കും ഓട്ടർ ട്രോൾ എന്ന് പറയുന്നത്. അടുത്തത് ബേസ്ഡ് ഓൺ ദി ഓപ്പറേഷൻ അല്ലേ, എവിടെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഡെപ്ത് ഓഫ് ഓപ്പറേഷൻ അനുസരിച്ച് നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ബോട്ടം ട്രോൾ എന്നും മിഡ് വാട്ടർ ട്രോൾ എന്നും. ബോട്ടം ട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ്, ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, ബോട്ടത്തിലായിരിക്കും അത് ഡ്രാഗ് ചെയ്തുകൊണ്ട് പോകുന്നത്. ബോട്ടം വാട്ടറിലെ ഫിഷിംഗ് നടത്താൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം ബോട്ടം വാട്ടർ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ടായിരിക്കും ഈ ട്രോള് പോകുന്നത്. മിഡ് വാട്ടർ ട്രോൾ എന്ന് പറയുമ്പം ട്രോൾസ് ക്യാൻ ബി ടോഡ് ബി ഇൻ മിഡ് വാട്ടർ ടു ക്യാച്ച് ദ പെലാജിക് സ്പീഷീസ്. പെലാജിക് സ്പീഷീസിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മിഡ് വാട്ടർ ട്രോൾസ് യൂസ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ടിങ് റിംഗ് ട്രോൾ എന്ന് പറയുമ്പോൾ മെത്തേഡ് ഓഫ് ടോയിങ് 2 ഓട്ടർ ട്രോൾ സൈഡ് ബൈ സൈഡ്. അതായത് 2 ഓട്ടർ ട്രോൾസിനെ സൈഡ് ബൈ സൈഡ്
വലിച്ചുകൊണ്ട് പോകുന്നൊരു മെത്തേഡാണ് തിങ് റിംഗ് ട്രോൾ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മൾട്ടി റിംഗ് ട്രോളാണ്. ഇവിടെ എന്താണ്, രണ്ടോ അതിലധികമോ ഓട്ടർ ട്രോൾസിനെ സൈഡായിട്ട് ട്രോ ചെയ്തുകൊണ്ട് പോകും. ഇങ്ങനെ ഒരു ട്രോളേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ വളരെ എഫക്റ്റീവാണ്. ലാർജ് സ്കെയിൽ ഫിഷിംഗ് ഓപ്പറേഷനാണ്. വളരെ ലാർജ് സ്കെയിലായിട്ട് നമുക്ക് ഫിഷിംഗ് ചെയ്യണമെങ്കിൽ മെയിനായിട്ടും കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഫിഷിംഗ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്താണ് ഈ ട്രോളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ക്യാൻ കോട്ട് ബോട്ടം, ഡിമേഴ്സൽ ആൻഡ് പെലാജിക് സ്പീഷീസ്. അപ്പം നമുക്ക് ബോട്ടത്തിലുള്ള സ്പീഷീസിനെ കോട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ മിഡ് വാട്ടറിലുള്ള സ്പീഷീസിനെ നമുക്ക്, അതായത് പെലാജിക് സ്പീഷീസിനെയൊക്കെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിമേഴ്സൽ, അതായത് സീ ബെഡിലുള്ള ഏറ്റവും ഗ്രൗണ്ടിൽ കാണപ്പെടുന്ന ഫിഷസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതെന്ന് പറയുന്നത് കൊമേഴ്ഷ്യലി ഫോർട്ടിഫയബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ഡിസ്റ്റർബ്സ് ആൻഡ് ഡിസ്ട്രോയ് ദ സീ ബെഡ് ഇൻക്ലൂഡിംഗ് സീ ഗ്രാസസ്, കോറൽ റീഫ്സ്, റോക്ക് ഗാർഡൻസ് where fishes hide from predators, spawning grounds. അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രോളിങ് നിരോധനം എന്നൊക്കെ പറയത്തില്ല. അതായത് ഈ ഫിഷൊക്കെ മുട്ടയിടുന്ന സമയത്ത് ഫിഷിങ് എന്താണ് ബാൻഡാണ് അല്ലേ, അത് അതിൻ്റെ സ്പോണിങ്ങിനെയൊക്കെ ഒരുപാട് മോശമായിട്ട് ബാധിക്കും. അപ്പോൾ എന്താ പറയുന്നത്, ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഏറ്റവും സീബെഡിലുള്ള സീ ഗ്രാസസിനെയും ഫിഷസിനെയും മാത്രമല്ല അതർ ഓർഗാനിസത്തിനെയും നമുക്ക് ഇത് ഡിസ്റ്റർബ് ചെയ്യും. കോറൽ റീഫിനെ ആയാലും റോക്ക് ഗാർഡൻസിനെയൊക്കെ ആയിട്ട്, അതുപോലെ ഫിഷസിനെ, അത് പ്രിഡേറ്റേഴ്സിൽ നിന്ന് ഹൈഡിരിക്കുന്ന ഫിഷസിനെയൊക്കെ തന്നെ ഇത് ഡിസ്റ്റർബ് ചെയ്യും എന്നുള്ളതാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. ദെൻ ബൈ ക്യാച്ചസ് ആൻഡ് ഡിസ്കാർഡഡ് വാല്യുബിൾ ഫിഷസ്, turtles, seabirds, marine mammals, unwanted fish caught and thrown away. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്കിങ്ങനെ ടർട്ടിൽസും സീബേർഡ്സും ഒക്കെ ഇങ്ങനെയുള്ള ഈ ട്രോൾസിൽ വരുവാണെങ്കിൽ നമുക്ക് അതിനെ ഡിസ്കാർഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അതൊരു ഭീഷണിയാണ് ഇങ്ങനെയുള്ള ഓർഗാനിസത്തിന്. ദെൻ കോമ്പീറ്റ് ഡയറക്ട്ലി വിത്ത് ട്രഡീഷണൽ നെറ്റ്സിനെ ഒരുപാട് കോമ്പീറ്റ് ചെയ്യുന്നതാണ്. ഓവർ ഫിഷിംഗ് ഗിയർ ഈസ് നോൺ സെലക്റ്റീവ് ആൻഡ് ഡിസ്കാർഡ്സ് എ ലോട്ട് ഓഫ് സീ ഫിഷ്. അതായത് ഓവർ ഫിഷിംഗ് ഒരു ടൂളാണിത് അല്ലേ, ഓവർ ഫിഷിംഗ് ടൂളാണ്. അപ്പോൾ എന്താണ്, നോൺ സെലക്റ്റീവായിട്ട് അവിടെ ഉള്ള എല്ലാ സ്പീഷീസിനെയും ഒന്നായിട്ട് എന്ത് ചെയ്യും, ക്യാച്ച് ചെയ്യും അല്ലേ. അതുകൊണ്ട് എന്താണ്, ഒരുപാട് സീ ഫിഷൊക്കെ, ഒരുപാട് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള സീ ഫിഷൊക്കെ ആണെങ്കിൽ അത് ഒരുപാട് ഡിസ്കാർഡ് ചെയ്യേണ്ടി വരും. അതൊരു വേസ്റ്റ് ആയിരിക്കും അല്ലേ. ഡയറക്റ്റ് ത്രെറ്റ് ടു ലോക്കൽ ഫിഷിംഗ് കമ്മ്യൂണിറ്റീസ്, ടൂറിസം ആൻഡ് സ്പോർട്ട് ഫിഷിംഗ്. ദെൻ ഇല്ലീഗൽ ഫിഷിംഗ് ഇൻ ഡീപ് സീ. ഇതെന്ന് പറയുന്ന ഒരു ഇല്ലീഗൽ മെത്തേഡും കൂടാണ് ഡീപ് സീയിലുള്ള ഫിഷിംഗ്. ദെൻ മിറ്റിഗേഷൻ മെത്തേഡ്സ് നോക്കാം. Using large meshes in the cord ends, then devices in the troll that reduce the capture of small and unwanted organisms. TED എന്ന് പറയുമ്പോൾ ടർട്ടിൽ എക്സ്ക്ലൂഡർ ഡിവൈസ്. ടർട്ടിൽസിനെയും ഷാർക്സിനെയൊക്കെ എന്താണ് എക്സ്ക്ലൂഡ് ചെയ്യുന്നൊരു ഡിവൈസ് ഉണ്ട് അല്ലേ. ലെജിസ്ലേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ, ഇതെല്ലാം തന്നെയാണ് ഇങ്ങനെയുള്ളൊരു ട്രോളേഴ്സിനുള്ള മിറ്റിഗേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇങ്ങനെയുള്ള ടർട്ടിൽസും വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെയൊന്നും നമ്മളിങ്ങനെയുള്ള ട്രോൾസിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടർട്ടിൽ എക്സ്ക്ലൂഡർ ഡിവൈസ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്, ഡിവൈസസ് ഇൻ ദ ട്രോൾ ദാറ്റ് റെഡ്യൂസ് ദ ക്യാപ്ചർ ഓഫ് സ്മോൾ ആൻഡ് അൺവാണ്ടഡ് ഓർഗാനിസംസ്. അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തടയാൻ വേണ്ടിയിട്ട് ഈ ട്രോളിൽ തന്നെ ഒരു ഡിവൈസ് നമുക്ക് സജ്ജീകരിക്കാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ടാണ്, ടു റെഡ്യൂസ് ദ ക്യാപ്ചർ ഓഫ് സ്മോൾ ആൻഡ് അൺവാണ്ടഡ് ഓർഗാനിസംസ്. ഇനി കൺക്ലൂഷൻ നോക്കുവാണെങ്കിൽ, ഈ ഫിഷിംഗ് ഗിയർ ഈസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്, ഫിഷിംഗ് ഗിയേഴ്സിനെ പറ്റിയാണ് അല്ലേ. ഫിഷിംഗ് ഗിയർ ഈസ് എ ടൂൾ വിത്ത് വിച്ച് അക്വാട്ടിക് റിസോഴ്സസ് ആർ ക്യാപ്ചർഡ്. സെയിം ഫിഷിംഗ് ഗിയർ ക്യാൻ ബി യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. മെയിൻലി 5 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്, നെറ്റ്സിനകത്ത് വരുന്നതാണ് ട്രോളേഴ്സ്, ഡ്രെഡ്ജസ്. നമ്മൾ ട്രോളേഴ്സ് ഇന്ന് ഡിസ്കസ് ചെയ്തു, ബാക്കിയെല്ലാം തന്നെ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഡ്രെഡ്ജസ്, ഗിൽ നെറ്റ്, കാസ്റ്റ് നെറ്റ്സ്, സീൻസ്, ലിപ് നെറ്റ് നമ്മൾ പറഞ്ഞില്ല, കാരണം നിങ്ങളുടെ സിലബസിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. ദെൻ ഹുക്ക് ആൻഡ് ലൈനർ, ട്രാപ്സ്, ഗ്യാപ്ലിംഗ് ഡിവൈസസ്, സൂപ്പർഫൈൻ ഡിവൈസസ്. ഇതൊന്നും നിങ്ങൾക്ക് ഈ 2 മെത്തേഡ് നിങ്ങൾക്ക് പഠിക്കാനില്ല കേട്ടോ. ദെൻ സ്ട്രക്ചർ, ഓപ്പറേഷൻ, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രോളേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ,
അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം.